നമസ്കാരം. കന്നഡയിലെ പ്രമുഖ നടിയും നിർമ്മാതാവുമൊക്കെയാണ് പ്രിയങ്ക. കുറച്ചു ദിവസം മുൻപാണ് അവർ ദുബായിൽ നിന്ന് ഓൺലൈനിൽ എന്തോ സാധനം ഓർഡർ ചെയ്തത്. കൊറിയറിലാണ് വരേണ്ടത്. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഓർഡർ ചെയ്ത ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നൊരു വിളി വന്നത്. കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ആണെന്ന് പരിചയപ്പെടുത്തിയ ആൾ പറഞ്ഞത് ഇങ്ങനെയാണ്: സാധനം ഡെലിവർ ചെയ്യാൻ നോക്കിയിട്ട് ഡെലിവറി പാർട്ട്ണർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും വിലാസം കണ്ടെത്താനും കഴിയുന്നില്ല. ഞാനിപ്പോൾ ഒരു കോഡ് താങ്കളുടെ നമ്പറിലേക്ക് അയക്കാം. അത് വെച്ച് ഒന്ന് കോൾ ചെയ്യണം. അപ്പോൾ ഡെലിവറി പാർട്ട്ണർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയും. തുടക്കത്തിൽ സംശയം തോന്നിയെങ്കിലും സാധനം കൈപ്പറ്റാനുള്ള തിരക്കിൽ വിളിച്ചയാൾ പറഞ്ഞതുപോലെ *92129729295167 എന്ന നമ്പറിലേക്ക് പ്രിയങ്ക വിളിച്ചു. ആ നിമിഷം അവരുടെ വാട്സ്ആപ്പ് നിശ്ചലമായി. ഫോണിന്റെ കുഴപ്പമായിരിക്കുമെന്ന് കരുതി പ്രിയങ്ക ഭർത്താവ് ഉപേന്ദ്രയോട് കാര്യം പറഞ്ഞു. ഉപേന്ദ്രയും കന്നഡയിലെ പ്രമുഖ സീരിയൽ താരമാണ്. പ്രിയങ്ക വിളിച്ച അതേ നമ്പറിൽ ഉപേന്ദ്ര തന്റെ ഫോണിൽ നിന്ന് വിളിച്ചു. ആ സെക്കൻഡിൽ ഉപേന്ദ്രയുടെ വാട്സപ്പും നിലച്ചു. ഉടൻ ഇരുവരും അവരുടെ സ്റ്റാഫിൽപ്പെട്ട മഹാദേവിയുടെ ഫോണിൽ നിന്ന് ആ നമ്പറിലേക്ക് വിളിച്ചു. ആ വാട്സപ്പും ഹാങ് ആയി. ദുബായിൽ നിന്നുള്ള സാധനം എത്തിക്കാനുള്ള കൊറിയർ പയ്യന് വഴിതെറ്റാതിരിക്കാൻ ചെയ്തതാണ്. നിമിഷ നേരം കൊണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടത് 3 പേരുടെ ഫോണുകളാണ്. അതിൽ 2 പേർ പ്രമുഖരും. കഥ ഇവിടെ തീർന്നില്ല. പ്രിയങ്കയുടെയും ഉപേന്ദ്രയുടെയും വാട്സ്ആപ്പ് കോൺടാക്റ്റുകളിലേക്ക് തട്ടിപ്പുകാരുടെ മെസ്സേജുകൾ തുരുതുര എത്താൻ തുടങ്ങി. എല്ലാ മെസ്സേജിലും പറയുന്നത് ഇങ്ങനെയാണ്: അത്യാവശ്യമായി ഒരു സഹായം വേണം. 55,000 രൂപ എടുക്കാനുണ്ടാകുമോ? എന്റെ UPI പ്രവർത്തിക്കുന്നില്ല. 2 മണിക്കൂറിനുള്ളിൽ പണം തിരിച്ചു തരാം. വളരെ അത്യാവശ്യമാണ്. മെസ്സേജ് കിട്ടിയവരിൽ പലരും പ്രിയങ്കയും ഉപേന്ദ്രയും വിളിക്കാൻ ശ്രമിച്ചപ്പോൾ കിട്ടുന്നില്ല. കോളുകൾ വേറെ എങ്ങോട്ടോ ഡൈവേർട്ട് ആകുന്നു. പണം ചോദിച്ചുള്ള സന്ദേശം കിട്ടിയവരിൽ 4 പേർ പ്രിയങ്കയ്ക്ക് 55,000 രൂപ വീതം അയച്ചു കൊടുത്തു. അതിലൊരാൾ പ്രിയങ്കയുടെയും ഉപേന്ദ്രയുടെയും മകൻ ദുൽഖർ. എല്ലാത്തിനും ഒടുവിൽ തട്ടിപ്പ് മനസ്സിലായതോടെ താരങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടു. താരങ്ങൾക്ക് ഇങ്ങനെ തട്ടിപ്പ് സംഭവിച്ചുവെന്ന് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പുറത്ത് അറിയുകയും ചെയ്തു. അങ്ങനെയാണ് വാട്സ്ആപ്പ് ഹാക്കിംഗ് കഥ നാടാകെ പാട്ടായത്. പ്രിയങ്കയും ഉപേന്ദ്രയും ഇത്തരം തട്ടിപ്പിനിരയായ 100 കണക്കിന് പേരിലെ 2 പേർ മാത്രമാണ്. എഴുത്തുകാരനും രാഷ്ട്രീയ വിശകലന വിദഗ്ധനുമായ ശാന്തനു ഗുപ്തയുടെ വാട്സ്ആപ്പ് സമാന രീതിയിൽ ഹാക്ക് ചെയ്യപ്പെട്ടത് ആഴ്ചകൾക്ക് മുൻപാണ്. പല രീതിയിലാണ് തട്ടിപ്പുകൾ നമ്മുടെ വാട്സ്ആപ്പ് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഓൺലൈൻ ലോട്ടറി അടിച്ചെന്നോ മറ്റെന്തെങ്കിലും ഓഫർ ലഭ്യമാണെന്നോ അറിയിച്ചുള്ള വിളികളാണ് അതിൽ പ്രധാനം. പ്രിയങ്കയ്ക്കും ഉപേന്ദ്രയ്ക്കും പറ്റിയതുപോലുള്ള കൊറിയർ ഡെലിവറിയും ഇക്കൂട്ടത്തിൽ പെടും. കോളിലൂടെയും ലിങ്കിലൂടെയും ഇവർ നമ്മുടെ വാട്സ്ആപ്പിന്റെ വെരിഫിക്കേഷൻ കോഡ് സ്വന്തമാക്കും. എന്നിട്ട് അവരുടെ ഫോണിൽ നമ്മുടെ വാട്സ്ആപ്പ് തുറക്കും. നമ്മുടെ വാട്സ്ആപ്പിന്റെ പൂർണ്ണ നിയന്ത്രണം അവരുടെ കയ്യിലാവും. അതിലൂടെ നമ്മുടെ കോണ്ടാക്റ്റുകൾക്ക് സന്ദേശം അയക്കും. നമ്മുടെ ഫോണിലെ വാട്സ്ആപ്പ് കമ്പ്യൂട്ടറിൽ തുറക്കാൻ കഴിയുന്ന സംവിധാനം ഇപ്പോൾ നിലവിലുണ്ടെന്ന് അറിയാമല്ലോ. തട്ടിപ്പുകാർ ഈ സംവിധാനം ഉപയോഗിക്കും. അതിലുള്ള QR കോഡും മറ്റും കോളിലൂടെയും ലിങ്കിലൂടെയും അവർ സ്വന്തമാക്കും. അങ്ങേയറ്റം കരുതലോടെ മാത്രമേ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇടപെടാവൂ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണ് ഓരോ നിമിഷവും നമ്മൾ കേൾക്കുന്ന ഇത്തരം കഥകൾ. അപരിചിത നമ്പറുകളിൽ നിന്ന് വാട്സപ്പിലെത്തുന്ന കോളുകളും മെസ്സേജുകളും അവഗണിക്കുക. നമുക്ക് അത്യാവശ്യമുണ്ടെന്ന് ഉറപ്പുള്ളത് മാത്രം സ്വീകരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പോലും അവർ അയച്ചു തരുന്ന ലിങ്കുകൾ തുറക്കാതിരിക്കുക. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, OTPകൾ എന്നിവ ഒരു കാരണവശാലും അപരിചിതരുമായി പങ്കുവെക്കാതിരിക്കുക. ബാങ്കുകളും ധനകാര്യ പണമിടപാട് സ്ഥാപനങ്ങളും ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളും ഫോണിലൂടെ ബാങ്ക് അക്കൗണ്ട് നമ്പറോ OTPയോ ചോദിക്കില്ല. അതുകൊണ്ട് അത് ഷെയർ ചെയ്യുകയേ അരുത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നത് മാത്രമാണ് ഓൺലൈനുമായി ബന്ധപ്പെട്ട ഒരേ ഒരു സുരക്ഷാ വാക്യം. തട്ടിപ്പിനിരയായാൽ 1930 എന്ന നമ്പറിൽ വിളിക്കുക എന്നതാണ് ഒരേ ഒരു രക്ഷാമാർഗം.